കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 2025 ഡിസംബർ മാസത്തിലെ ആനുകാലിക വിവരങ്ങളാണ്. ആനുകാലിക വിവരങ്ങളുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ക്ലാസ് ആണ്. ഇനി വരുന്ന എല്ലാ തരത്തിലുള്ള എക്സാമിനേഷനും നിങ്ങൾക്കറിയാം, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു. അതിനൊക്കെ എല്ലാവരും അപ്ലൈ ചെയ്തെന്ന് കരുതുന്നു. അതേപോലെ തന്നെ കമ്പനി ബോർഡ് LGSന്റെയും കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെയും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെയും ബെപ്കോ LDCയുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ വരുന്നുണ്ട്. ഇതിനെല്ലാം പ്രയോജനം ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. അതിൽ 2025 ഡിസംബർ മാസത്തിലെ ആനുകാലിക വിവരങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതിന്റെ ആദ്യത്തെ ക്ലാസ് ആണ്. നിങ്ങൾക്കറിയാം, ലോക്സഭയിൽ നമ്മുടെ മഹാത്മാഗാന്ധി റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട പുതിയ ബില്ലൊക്കെ അവതരിപ്പിച്ചു അല്ലേ. MNREGAക്ക് പകരം VBG റാംജി ബിൽ എന്ന് പറയുന്ന ബില്ലൊക്കെ അവതരിപ്പിക്കുകയും അത് ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, 21 ഡിസംബർ 2025 രാഷ്ട്രപതി സൈൻ ചെയ്യുകയും ഒപ്പിടുകയും അങ്ങനെ ആ ബില്ല് നിയമമാവുകയും ചെയ്തതൊക്കെ നിങ്ങൾക്കറിയാം. നമുക്ക് എന്തായാലും ഡീറ്റെയിൽഡ് ആയിട്ട് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ അല്ലേ? എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേരാണ് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ അജീവിക മിഷൻ ഗ്രാമീൺ എന്നുള്ളതാണ്. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ അജീവിക മിഷൻ ഗ്രാമീൺ, VBG റാംജി എന്നുള്ള VBG റാംജി. നമ്മൾ വിബ്ജിയോർ എന്നൊക്കെ നമ്മൾ മഴവിലെ 7 നിറങ്ങളെ കുറിച്ചൊക്കെ പഠിച്ചിട്ടില്ലേ, അതിനായിട്ടൊരു സാമ്യത്തിൽ കണക്ട് ചെയ്ത് വെച്ചിരുന്നാൽ മതി, വിബ്ജിയോർ എന്നുള്ള രീതിയിൽ. പക്ഷെ ഇവിടെ VBG റാംജി ആണ്. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ അജീവിക മിഷൻ ഗ്രാമീൺ എന്നുള്ളതാണ് അതിന്റെ പൂർണ്ണരൂപം. അറിഞ്ഞിരിക്കണം. ഒരുപക്ഷെ പൂർണ്ണരൂപം ഇനിയുള്ള എക്സാമിന് ചോദിക്കാം. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ അജീവിക മിഷൻ ഗ്രാമീണ എന്നുള്ളതാണ്. നമുക്കറിയാം, 2005 മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് അല്ലെ, 2005 നിലവിൽ വന്ന MGNREGA എന്നുള്ളത്. അതിൽ 100 ദിവസമായിരുന്നു തൊഴിൽ ഉറപ്പ് നൽകിയിരുന്നത്. ഇത് 125 ദിവസമായിട്ട് പുതിയ ബില്ല് നിയമമായതുപോലെ ഉയർത്തിയിട്ടുണ്ട്. VBG റാംജി ബില്ല് പ്രകാരം അല്ലെങ്കിൽ VBG റാംജി ഗ്യാരണ്ടി ആക്ട് പ്രകാരം എത്തായി മാറ്റിയിട്ടുണ്ട്. 125 ദിവസമായിട്ട് ജോലി മാറ്റിയിട്ടുണ്ട്. പക്ഷെ അതുപോലെ തന്നെ ഫണ്ടിങ്ങിന്റെ പാറ്റേൺ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നേരത്തെ ആയിരുന്നെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് 80% 20% സ്റ്റേറ്റ് ഗവൺമെന്റുമായിരുന്നു. ഇപ്പോൾ അത് 60% സെൻട്രൽ ഗവൺമെന്റും, അതായത് 20% കുറച്ചു. അതുപോലെ തന്നെ 20 എന്നുള്ളത് 40% ആക്കി സ്റ്റേറ്റ് ഗവൺമെന്റിനും മാറ്റി. അതാണ് അതിനകത്തുള്ള കോസ്റ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 125 ദിവസത്തെ ജോലിയാണ് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ. അപ്പോൾ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേര് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ അജീവിക മിഷൻ ഗ്രാമീൺ, VBG റാംജി. ഓക്കെ അല്ലേ? അടുത്തത് നമുക്കറിയാം, ഇന്ത്യയുടെ പുതിയ മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ട് രാജ്കുമാർ ഗോയൽ ചുമതലയേറ്റു. ഡിസംബർ 15 ഇന്ത്യയുടെ പുതിയ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി രാജ്കുമാർ ഗോയൽ ചുമതലയേറ്റത്. അതുപോലെ തന്നെ ഈ കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് രാജ്കുമാർ ഗോയൽ എന്ന് പറയുന്നത്. കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി നിയമിതനായ ആദ്യ മലയാളി PR രമേശ് ആണ്. PR രമേശിനെ കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി നിയമിച്ചു. അതും കൂടി അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് രാജ്കുമാർ ഗോയൽ. ആ രാജ്കുമാർ ഗോയൽ ഡിസംബർ 15, 2025 മുതലാണ് ആ പദവി ഏറ്റെടുത്തത്. അതുപോലെ രാജ്കുമാർ ഗോയൽ എന്ന് പറയുന്നത് ഹീരാലാൽ സമരിയുടെ പിൻഗാമിയായിട്ട് ചുമതല ഏറ്റെടുത്തതാണ്. അപ്പോൾ കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി നിയമിതനായ ആദ്യ മലയാളി ചോദിച്ചു കഴിഞ്ഞാൽ PR രമേശ് ആണ്. അടുത്തത്, സ്ത്രീകൾക്കെതിരായ അതിക്രമം തടയാൻ സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ പോലീസുമായി ചേർന്ന് ആരംഭിച്ച പദ്ധതിയാണ് ഇത് ബോധ്യം എന്ന് പറയുന്നത്. സ്ത്രീകൾക്കെതിരായ അതിക്രമം തടയാൻ സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ പോലീസുമായി ചേർന്ന് ആരംഭിച്ച പദ്ധതി ബോധ്യമാണ്. ഓക്കെ അല്ലേ? ഈ കേരള സ്റ്റേറ്റ് വിമൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, അതായത് കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ലയിലെ ഈസ്റ്റ് ഫോർട്ടിലെ കിഴക്കേക്കോട്ടയിലെ അട്ടക്കുളങ്ങരയാണ്. അതുകൂടി അറിഞ്ഞിരിക്കണം. സന്ദർഭവശാൽ ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഓക്കെ. 2025 ഡിസംബറിൽ VD സവർക്കറിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ടത് ആൻഡമാൻ നിക്കോബാറിലെ പോർട്ട് ബ്ലെയർ ആണ്. ഈ പോർട്ട് ബ്ലെയറിന്റെ പേരൊക്കെ മാറ്റിയിരുന്നു, നിങ്ങൾക്കറിയാമോ?
നിങ്ങൾക്കറിയാം ശ്രീ വിജയപുരം എന്നാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. പോർട്ട് ബ്ലെയറിന്റെ പേര് ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ പോർട്ട് ബ്ലെയറിൽ, അതായത് ഇപ്പോഴത്തെ വിജയപുരത്തിൽ, ശ്രീ വിജയപുരത്തിലാണ് 2025 ഡിസംബറിൽ VD സവർക്കറിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തത്. ലോക പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 102-ാമതാണ് ലോക പട്ടിണി സൂചികയിൽ, അതറിഞ്ഞിരിക്കണം. അടുത്തത്, കേരളത്തിൽ ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണ യൂണിറ്റ് വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെട്ടുകാൽത്തേരിയിലാണ്. ഓർത്തിരിക്കണം, തിരുവനന്തപുരം ജില്ലയിലെ നെട്ടുകാൽത്തേരിയിലാണ് കേരളത്തിലെ ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണ യൂണിറ്റ് വരുന്നത്. അടുത്തത്, ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകശക്തികളെ ഉൾപ്പെടുത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രൂപീകരിക്കാൻ പദ്ധതിയിടുന്ന പുതിയ സഖ്യമാണ് കോർ 5 അഥവാ C5 എന്നുള്ളത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകശക്തികളെ ഉൾപ്പെടുത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രൂപീകരിക്കാൻ പദ്ധതിയിടുന്ന പുതിയ സഖ്യമാണ് കോർ 5 അഥവാ C5 എന്നുള്ളത്. അടുത്ത 2026 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം ജപ്പാനാണ്. 2026 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം ജപ്പാനാണ് 2026. അപ്പോൾ 2025 ഏഷ്യൻ ഗെയിംസിന് വേദിയായത് എവിടെയായിരുന്നു? 9th ഏഷ്യൻ വിന്റർ ഗെയിംസ് ആയിരുന്നു. നിങ്ങൾക്കറിയാം, ചൈനയിലായിരുന്നു അല്ലേ? ചൈനയിലെ ഹർബിനിലായിരുന്നു. അതേപോലെ തന്നെ അത് ഫെബ്രുവരിയിലായിരുന്നു കണ്ടക്ട് ചെയ്തിരുന്നത്. ഇനി അതുപോലെ തന്നെ 2026 ജപ്പാനിലാണെന്ന് പറഞ്ഞു. അതേപോലെ ഈ 2025 ഏഷ്യൻ യൂത്ത് ഗെയിംസ് നടന്നത്. ഈ ഏഷ്യൻ യൂത്ത് ഗെയിംസ് ഒക്ടോബറിലൊക്കെ ആയിരുന്നു നടന്നിരുന്നത്. അത് ബഹ്റൈനിലെ ബഹ്റൈനിലായിരുന്നു നടന്നിരുന്നത് ഏഷ്യൻ യൂത്ത് ഗെയിംസ്. ഓക്കെ, ഇനി പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉൾക്കൊള്ളുന്ന പുതിയ സമുച്ചയത്തിന് പേരൊക്കെ മാറ്റിയല്ലേ? നിങ്ങൾ ദൃശ്യശ്രവ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ മനസ്സിലാക്കിയാണ്. സേവാ തീർത്ത് എന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉൾക്കൊള്ളുന്ന പുതിയ സമുച്ചയത്തിന് നൽകിയ പുതിയ പേരാണ് സേവാ തീർത്ത്. അടുത്തത്, ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് നിഘണ്ടുവിന്റെ പ്രസാധകരാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് എന്നുള്ളത്. ആ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് തിരഞ്ഞെടുത്ത 2025 വാക്ക് എന്ന് ചോദിച്ചാൽ അറേജ് ബൈറ്റ് എന്നാണ്. ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് നിഘണ്ടുവിന്റെ പ്രസാധകരായ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി 2025 വാക്കായി തിരഞ്ഞെടുത്ത അറേജ് ബൈറ്റ് ആണ്. ഓക്കെ അല്ലേ? നമുക്ക് അടുത്തതിലേക്ക് പോകാം. 56ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേള നടന്നു, നിങ്ങൾക്കറിയാം. ആ ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സുവർണ മയൂരം സ്വന്തമാക്കിയ ചിത്രം വിയറ്റ്നാമീസ് ചിത്രമാണ്. വിയറ്റ്നാമിൽ നിന്നുള്ള ചിത്രമാണ്. സ്കിൻ ഓഫ് യൂത്ത് എന്നാണ് ആ ചിത്രത്തിന്റെ പേര്. എന്താണ്? സ്കിൻ ഓഫ് യൂത്ത്. ആ സ്കിൻ ഓഫ് യൂത്ത് സംവിധാനം ചെയ്ത് ആഷ്മേ ഫെയർ ആണ്. ആഷ്മേ ഫെയർ സംവിധാനം ചെയ്ത സ്കിൻ ഓഫ് യൂത്ത് ആണ് 56ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സുവർണ മയൂരം സ്വന്തമാക്കിയ വിയറ്റ്നാമീസ് ചിത്രമാണ് സ്കിൻ ഓഫ് യൂത്ത്, സംവിധാനം ആഷ്മേ ഫെയർ. അടുത്തത്, നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ ഗവർണർമാരുടെ രാജ്ഭവൻ എന്നുള്ള ഔദ്യോഗിക വസതിയുടെ പേരൊക്കെ മാറ്റി ഇപ്പോൾ ലോക് ഭവൻ, ജനങ്ങളുടെ ഭവനം എന്നുള്ള രീതിയിലാക്കി മാറ്റി, ലോക് ഭവൻ എന്നാക്കി മാറ്റി. അതും അറിഞ്ഞിരിക്കണം. അതുപോലെ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ആദ്യ വനിതാ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് നമ്മുടെ വനിതാ ക്രിക്കറ്റ് താരം ആയ ഹർമൻപ്രീത് കൗർ നിയമിതയായതൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണും. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ആദ്യ വനിതാ ബ്രാൻഡ് അംബാസഡറാണ് ഹർമൻപ്രീത് കൗർ. തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ, നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പുകളൊക്കെ പൂർത്തിയായി എന്നുള്ളത്. അതിന്റെ റിസൾട്ടൊക്കെ പ്രഖ്യാപിച്ചു. ആ തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ വോട്ടിംഗ് യന്ത്രത്തിൽ നോട്ട ബട്ടണ് പകരമായി ഏർപ്പെടുത്തിയിരുന്നത് എൻഡ് ബട്ടൺ ആയിരുന്നു. ഓർത്തിരിക്കണം. ICC പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് 2026 മത്സരങ്ങളുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് ആരാണ്? രോഹിത് ശർമ്മയാണ്. അതും കൂടി അറിഞ്ഞിരിക്കണം. അവയവദാനത്തിന് കേരളത്തിന്റെ പുതിയ പദ്ധതിയുടെ പേര് കെ-സോട്ടോ എന്നാണ്. എന്താണ് കെ-സോട്ടോ? ഈ കെ-സോട്ടോയുടെ പൂർണ്ണരൂപം കൂടി അറിഞ്ഞിരിക്കണം. കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ എന്നുള്ളതാണ്. കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ, അതിന്റെ പൂർണ്ണരൂപമാണ് കെ-സോട്ടോയുടെ പൂർണ്ണരൂപം. അവയവദാനത്തിന്റെ കേരളത്തിന്റെ പുതിയ പദ്ധതിയാണ് ഈ കെ-സോട്ടോ എന്ന് പറയുന്നത്, കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ. അടുത്തത്, 2027 ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റാർട്ടപ്പ് ടെക് മ്യൂസിയം സ്ഥാപിതമാകുന്ന നഗരം ബംഗളൂരുവാണ്. കർണാടകയിലെ ബംഗളൂരുവിലാണ് 2027 ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റാർട്ടപ്പ് ടെക് മ്യൂസിയം സ്ഥാപിതമാകുന്നത്. അടുത്ത 2030 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്ന ഇന്ത്യൻ നഗരം അഹമ്മദാബാദാണ്. 2030 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്ന ഇന്ത്യൻ നഗരം. അടുത്തത്, ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുന്ന ലോകത്തെ ആദ്യ ഒറ്റ ഡോസ് വാക്സിന് അംഗീകാരം നൽകിയ രാജ്യം ബ്രസീലാണ്. ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുന്ന ലോകത്തെ ഒറ്റ ഡോസ് വാക്സിന് അംഗീകാരം നൽകിയത് ബ്രസീലാണ്.
ശ്രീലങ്കയിൽ നമുക്കറിയാം കനത്ത പ്രളയത്തിനിടെ ആഞ്ഞടിച്ച ചുഴലിക്കാറ്റാണ് ഡിറ്റുവ എന്നുള്ളത്. ഈ ഡിറ്റുവ എന്നുള്ള ചുഴലിക്കാറ്റിന് പേരിട്ട രാജ്യം യമനാണെന്ന് നമുക്കറിയാം. ശ്രീലങ്കയിലെ ഈ ഡിറ്റുവ ചുഴലിക്കാറ്റിനെ തുടർന്ന് ദുരിതമനുഭവിക്കുന്ന പൗരന്മാരെ രക്ഷിക്കുന്നതിനായി നമ്മുടെ ഇന്ത്യ ഒരു ഓപ്പറേഷനൊക്കെ ആരംഭിച്ചിരുന്നു. ഇന്ത്യ ആരംഭിച്ച ദൗത്യം എക്സാമിന് ചോദിക്കും. ഓപ്പറേഷൻ സാഗർ ബന്ധുവാണ്. ശ്രീലങ്കയിൽ നിരവധി പേരുടെ മരണത്തിനൊക്കെ ഇടയാക്കിയതാണ് ഈ ഡിറ്റുവ ചുഴലിക്കാറ്റ്. അപ്പോൾ ശ്രീലങ്കയിൽ കനത്ത പ്രളയത്തിനിടയാക്കി ആഞ്ഞടിച്ച ചുഴലിക്കാറ്റാണ് ഡിറ്റുവ. ചുഴലിക്കാറ്റിന് പേരിട്ടത് യമൻ എന്നാണ്. ശ്രീലങ്കയിൽ ഡിറ്റുവ ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ ദുരിതമനുഭവിക്കുന്ന പൗരന്മാരെ സംരക്ഷിക്കുന്നതിനായി ഇന്ത്യ ആരംഭിച്ച ദൗത്യം, ഇന്ത്യ നടപ്പിലാക്കിയ ദൗത്യമായിരുന്നു, ഓപ്പറേഷൻ സാഗർ ബന്ധുവാണ്. എന്തായാലും കടൽ കടന്നു വേണമല്ലോ ശ്രീലങ്കയിലെത്താൻ. അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാം. ഓപ്പറേഷൻ സാഗർ ബന്ധുവാണ്. അതുപോലെ തന്നെ അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനം ഡിസംബർ 3 അതുപോലെ ലോക എയ്ഡ്സ് ദിനം ഡിസംബർ 1 നമുക്കറിയാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഡിസംബർ മാസത്തിലെ കറണ്ട് അഫേഴ്സുമായിട്ട് ഇന്ന് വരെയുള്ള കറണ്ട് അഫേഴ്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറേയധികം വസ്തുതകളും അതിൻ്റെ അനുബന്ധ വസ്തുതകളും മനസ്സിലാക്കി. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അത് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. കറണ്ട് അഫേഴ്സിൻ്റെ കണ്ടിന്യൂസ് ക്ലാസ്, ഡിസംബർ മാസത്തെ കറണ്ട് അഫേഴ്സിൻ്റെ കണ്ടിന്യൂസ് ക്ലാസ് നമുക്ക് ഉടൻ തന്നെ കണ്ടുമുട്ടാം. അതിനോടൊപ്പം തന്നെ നമ്മുടെ പുതിയ SCRT ടോപ്പിക്കുകൾ ഇനിയുള്ള എല്ലാ തരത്തിലുള്ള എക്സാമിനേഷനും പ്രയോജനം ചെയ്യുന്നതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ക്ലാസ്സുകളും നമ്മുടെ ചാനൽ വഴി സംപ്രേഷണം ചെയ്യുന്നതാണ്. നിങ്ങൾക്കത് പ്രയോജനം ചെയ്യും. അപ്പോൾ ഇന്നത്തേക്ക് ക്ലാസ് അവസാനിപ്പിക്കുന്നു. ബൈ, ടേക്ക് കെയർ.